ഉത്തര കേരളത്തിലെ ഗുരുവായൂർ എന്ന പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം. ഏതാണ്ട് 200 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണ് ചീമേനി മുണ്ട്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം. യാദവകുലത്തിൽപ്പെട്ട മണിയാണി സമുദായം നടത്തിവരുന്ന ഏക മുണ്ട്യക്കാവാണ് ചീമേനി മുണ്ട്യ. വിഷഹാരി കൂടിയായ ശ്രീ നരഹരി ഭഗവാനും ശ്രീ ചാമുണ്ടേശ്വരിയുമാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തികൾ. വിഗ്രഹപ്രതിഷ്ഠയില്ലാത്ത അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ചീമേനി മുണ്ട്യ. വിഷഹാരിയായ ശ്രീ നരഹരി ഭഗവാനെ കണ്ട് സങ്കടമുണർത്തിച്ച് അനുഗ്രഹം ഏറ്റുവാങ്ങാൻ മംഗലാപുരം മുതൽ കുടക്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള നിരവധി ഭക്തജനങ്ങൾ ഇവിടത്തേക്ക് എത്തിച്ചേരുന്നു. നീലേശ്വരം രാജാവിൻ്റെ കൽപ്പനയാൽ പാരമ്പര്യമായി പൊതാവൂരിലെ കിഴക്കേപ്പുറത്ത് അള്ളോടൻ ആചാരക്കാരാണ് ഇവിടുത്തെ കോലധാരികൾ. ഭജനമിരിക്കൽ എന്ന പ്രത്യേക ചടങ്ങ് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ചീമേനി മുണ്ട്യക്കാവ്. ശാരീരികവും മാനസികവുമായ സൗഖ്യത്തിനും ത്വക്ക് രോഗങ്ങൾക്കുള്ള പ്രതിവിധിയായും വിഷബാധയ്ക്കുള്ള ആശ്വാസത്തിനും സന്താനലബ്ധിക്കും മറ്റ് ഉദ്ദിഷ്ട കാര്യങ്ങളുടെ പ്രാപ്തിക്കുമായി ക്ഷേത്രത്തിൽ തന്നെ താമസിക്കുന്നു. 3, 5, 7 ദിവസങ്ങളിലാണ് ഭജനമിരിക്കുന്നത്. അവസാന ദിനം അടിയന്തര സമയത്ത് ക്ഷേത്രത്തിൽ നിന്നും മഞ്ഞൾ പ്രസാദം ഇളനീരിൽ ചേർത്ത് കഴിക്കുന്ന കട്ടിയിറക്കലോടെ ഭജനം അവസാനിക്കുന്നു. ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം എല്ലാ വർഷവും മേടം 21 മുതൽ ഇടവം 1 വരെ 11 ദിവസങ്ങളിലായി നടക്കുന്നു. മേടം 21-ന് കലവറ നിറയ്ക്കൽ ചടങ്ങും തുടർന്ന് അന്തിത്തിനിയന്മാർ നട തുറക്കുന്നതോടെ ഉത്സവം ആരംഭിക്കുന്നു. അന്നേ ദിവസം വൈകുന്നേരം 6:30-ന് അള്ളടവനും കോലധാരികളും ക്ഷേത്രകാരണവന്മാരുടെയും ആചാരക്കാരുടെയും സമ്മതം വാങ്ങിച്ച് ഭക്തജനങ്ങളെ അറിയിക്കുന്ന ചടങ്ങാണ് തുടങ്ങൽ. തുടർന്ന് രാത്രി 8 മണിയോടുകൂടി വിഷ്ണുമൂർത്തിയുടെയും രക്തചാമുണ്ടിയുടെയും തോറ്റങ്ങൾ നടക്കുന്നു. ആദ്യം വിഷ്ണുമൂർത്തി തോറ്റം അരങ്ങിലെത്തുന്നു. ഏകദേശം 2 മണിക്കൂറോളം തോറ്റത്തിൻ്റെ ദർശനം ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് രക്തചാമുണ്ടിയുടെ തോറ്റവും അരങ്ങിലെത്തുന്നു. രാത്രി 11 മണിക്ക് രക്തചാമുണ്ടിയും ഏതാണ്ട് 1 മണിയോടുകൂടി വിഷ്ണുമൂർത്തിയും ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്നു. വിഷ്ണുമൂർത്തിക്കാണ് ഭക്തജനങ്ങൾ തുലാഭാരം നേർച്ച സമർപ്പിക്കുന്നത്. ആദ്യ ദിവസത്തെ തെയ്യം മേടം 22-ന് പകലാണ് നടക്കുന്നത്. രാവിലെ 9 മണിക്ക് രക്തചാമുണ്ടിയും 12 മണിയോടുകൂടി വിഷ്ണുമൂർത്തിയും പുറപ്പെടുന്നു. വിഷ്ണുമൂർത്തി വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കുന്നു. കളിയാട്ടത്തിൻ്റെ അവസാന നാളായ ഇടവം 1-ന് രാവിലെ 9 മണിക്ക് രക്തചാമുണ്ടിയും അരങ്ങിലെത്തുന്നു. 1 മണിയോടുകൂടി വിഷ്ണുമൂർത്തി ഭക്തജനങ്ങളുടെ ഹരിനാരായണ ഹരിഗോവിന്ദ വിളികളുടെയും പുഷ്പങ്ങളുടെയും അരിയാരാധനയോടും അരങ്ങിലെത്തുന്നു. പാതിരാ നേരത്ത് പരദേവത ദേശവാസികളെയും വന്നുചേർന്ന അന്യദേശക്കാരുടെയും ഭാഗ്യത്തെ വിശേഷിച്ചു ചൊല്ലി പിരിയുന്ന വികാരനിർഭരമായ രംഗത്തോടുകൂടി തെയ്യം അവസാനിക്കുന്നു. ഉത്തര മലബാറിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ വിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നായ ചീമേനി മുണ്ട്യയുടെ പിറവിയും ഏറെ പ്രസിദ്ധമാണ്. ചീമേനി കണ്ടംകൊച്ചി നായരുടെ കുടുംബത്തിലെ മൂത്ത കാരണവർ ഒരിക്കൽ വിഷ്ണുമൂർത്തിയുടെ കളിയാട്ടം കാണാൻ കോട്ടപ്പുറത്ത് പോവുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ദേവചൈതന്യ കണ്ട് കൊച്ചി നായരുടെ ഹൃദയശുദ്ധിയെ അനുഗ്രഹിച്ചെന്നും മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം ചീമേനി എന്ന സ്ഥലത്തെത്തിയെന്നാണ് ഐതിഹ്യം. ഈ ചൈതന്യത്തിൽ നിന്നുമാണ് പിന്നീട് പ്രസിദ്ധമായ ചീമേനി മുണ്ട്യ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൻ്റെ പിറവി. അങ്ങനെ കാലങ്ങൾ കടന്നുപോയപ്പോൾ ചീമേനി കണ്ടംകൊച്ചിയുടെ തറവാട് നശിക്കുകയും ഇതുമൂലം വിഷ്ണുമൂർത്തിയുടെ ചൈതന്യം വഹിക്കുന്ന ചുരിക പുതുക്കുടിയിലെ പ്രതാപിയായിരുന്ന പൊതുവാളിനെ ഏൽപ്പിക്കുകയുമുണ്ടായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തി രക്തചാമുണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയെ മാത്രമേ അദ്ദേഹം ആരാധിച്ചിരുന്നുള്ളൂ. അതിനാൽ വിഷ്ണുമൂർത്തിയുടെ ചൈതന്യം വഹിക്കുന്ന ചുരിക വെക്കാൻ കൂട്ടാക്കിയില്ല. ഇത് വിഷ്ണുമൂർത്തിക്ക് അനിഷ്ടമുണ്ടാക്കുകയും ഈ അനിഷ്ടം പൊതുവാളിൻ്റെ വംശം നശിക്കാൻ ഇടവരുത്തുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. പിന്നീട് അകത്ത് രക്തചാമുണ്ടിയും പുറത്ത് വിഷ്ണുമൂർത്തിയും അന്തിത്തിരി പോലുമില്ലാതെ അനാഥമായി നിലകൊണ്ടുവെന്നാണ് ഐതിഹ്യം. അക്കാലത്ത് ചീമേനിയിൽ നായാട്ട് നടത്തുന്നവർ നിലനിന്നിരുന്നു. എന്നാൽ അവർക്ക് നായാട്ടുകളിൽ മൃഗങ്ങളെ കിട്ടാത്ത അവസ്ഥ വന്നു തുടങ്ങി. കൂടാതെ ചീമേനി നാട്ടിൽ വിഷഭയം സാധാരണമാവാൻ തുടങ്ങി. ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് ആപത്തുകൾ വരാനുണ്ടെന്ന സൂചനയായി കണ്ടു. ഇതിനെല്ലാം കാരണം ആരാധനാമൂർത്തികളായ രക്തചാമുണ്ടിയും വിഷ്ണുമൂർത്തിയും അന്തിത്തിരി പോലുമില്ലാതെ അനാഥമായി കിടക്കുന്നത് കൊണ്ട് കോപിച്ചിരിക്കുന്നതിനാലാണെന്ന് വ്യക്തമായി. ഇതിനൊരു പരിഹാരം കാണാനായി 2 മൂർത്തികളെയും ചീമേനിയിലെ വയലിൽ കെട്ടിയാടിക്കാമെന്ന് എല്ലാവരും ഒരുപോലെ മനം നിറഞ്ഞ് പ്രാർത്ഥിച്ചു.
തെയ്യം നടത്തുന്ന സമയത്ത് ചേളൻ പുതിയ വീട്ടിൽ അമ്പുവിന് ദൈവവിളിയുണ്ടായി. അമ്പു പടിഞ്ഞാറ് ഭാഗത്തേക്കൂടി തകർന്നു വീണ കുന്നിൻ ചെരുവിലെ പുതുക്കുടി മുണ്ടിയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഒരു കല്ലെടുത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ചു. ആ സ്ഥലത്ത് കാട് വെട്ടിത്തെളിച്ച് തെയ്യം കെട്ടിയാടിക്കാൻ തുടങ്ങി. ഈ കല്ല് സ്ഥാപിച്ച സ്ഥലത്താണ് ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം പണിതത്. വിഷ്ണുമൂർത്തിയുടെ പ്രതിഷ്ഠ കഴിഞ്ഞതോടെ സർപ്പഭയമുണ്ടായാൽ മുണ്ടക്കാവിലെ കുറി കുടിക്കുന്നത് രക്ഷപ്പെടാനുള്ള മാർഗമായി സ്വീകരിച്ചു. എല്ലാത്തരം വിഷസംബന്ധമായ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്നവൻ എന്ന രീതിയിൽ വിഷ്ണുമൂർത്തിയുടെ വിഷഹാരിത്വം കാലക്രമേണ നാട്ടിലാകെ പ്രചരിച്ചു. ഇന്ന് ചീമേനി മുണ്ടിയിലെ കളിയാട്ടകാലം എന്നാൽ നാടിന്റെ തന്നെ ഉത്സവമാണ്. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണിത്. കളിയാട്ടകാലത്ത് എല്ലാ ദിവസവും രാത്രിയിലാണ് ആരാധനാമൂർത്തികളായ നരഹരി ഭഗവാന്റെയും രക്തചാമുണ്ടിയുടെയും തോറ്റങ്ങളും പുറപ്പാടും നടക്കുന്നത്. എന്നാൽ കളിയാട്ടത്തിന്റെ 2ാം ദിവസവും അവസാന ദിവസവും ഇഷ്ടദേവതകളുടെ പുറപ്പാട് പകൽ സമയത്താണ് നടക്കുന്നത്. കളിയാട്ടം കാണാൻ 10,000-ങ്ങളാണ് ഇവിടെ ഒഴുകിയെത്തുക. കൂടാതെ 100 കണക്കിന് ഭക്തരാണ് പ്രാർത്ഥനകൾ നിറവേറ്റാനും ഭജനയിരിക്കാനുമായി ഇവിടെ എത്തിച്ചേരുന്നത്. അനുഭവത്തിലൂടെയുള്ള വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളിലുള്ള നിഷ്ഠയും അന്നദാനമെന്ന മഹായജ്ഞവുമാണ് വിശ്വാസികളെ ഈ പുണ്യസന്നിധിയിലേക്ക് നയിക്കുന്നത്. ജാതി മതഭേദമന്യേ ക്ഷേത്രത്തിലെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും 2 നേരവും അന്നദാന പ്രസാദവും നൽകി വരുന്നുണ്ട്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി ഇങ്ങനെ ദശാവതാരങ്ങളിൽ വിഷ്ണുമൂർത്തി തെയ്യത്തിൽ നരഹരി ഭഗവാന്റെ നരസിംഹ അവതാരത്തിനാണ് പ്രാധാന്യം. ചീമേനി മുണ്ടക്കാവിലെത്തിയാൽ അവിടുത്തെ പ്രധാന മുണ്ടിയുടെ കൽത്തൂണുകളിൽ ദശാവതാരങ്ങൾ കൊത്തിവെച്ചിട്ടുള്ളത് നമുക്ക് കാണാം. ചീമേനിയിലെ നിത്യസന്ദർശകർക്ക് സുപരിചിതമായ ഒരു മുഖമാണ് അനിൽ അള്ളോടാൻ എന്ന വിഷ്ണുമൂർത്തി കോലധാരിയുടേത്. കഴിഞ്ഞ 25 വർഷത്തിലധികമായി ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ പ്രധാനമായ ഒരു കോലധാരിയാണ് ശ്രീ അനിൽ അള്ളോടാൻ. മുഖശ്രീ കൊണ്ടും വാചാലം കൊണ്ടും വേറിട്ടു നിൽക്കുന്ന ഒരു തെയ്യം കലാകാരൻ. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരുമാണ് ഈ ക്ഷേത്രത്തിൽ തെയ്യം കെട്ടിയാടിക്കുന്നത്. ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി സന്നിധിയിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെയായി ചീമേനിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ധർമ്മശാസ്ത്ര ക്ഷേത്രം കൂടിയുണ്ട്. അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ധർമ്മശാസ്താവായിട്ടുള്ള അയ്യപ്പനാണ്. ചീമേനി കൊടക്കാട് കാവ് എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ഒരു കാവ് സ്ഥിതി ചെയ്യുന്നുമുണ്ട്.